പുണ്യസ്ഥലങ്ങളിൽ കർമ്മം ചെയ്തല്ലേ പോകേണ്ടത്. ചില ആൾക്കാർ ചില അബദ്ധങ്ങൾ കാണിക്കും. സാർ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ആൾക്കൊരു അബദ്ധം എന്തെന്ന് പറയാൻ പറ്റും സാർ? അതെന്താ വെച്ചാൽ പിന്നെ ഒരു വ്യക്തി ആളെന്ത് ചെയ്യുന്നത് വെച്ചാൽ വളരെ പുണ്യമാക്കപ്പെട്ടൊരു സ്ഥലം അവിടെ പോയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ UAE കിട്ടാത്ത ഒരു പ്രൊഡക്റ്റ് അവർക്ക് അവിടുന്ന് കാണാൻ പറ്റി. അപ്പോൾ പുള്ളി അവിടുന്ന് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ അതിവിടെ ദുബൈയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് ഉണ്ട്, നല്ല പ്രോഫിറ്റ് കാണുന്നുണ്ട്. പുള്ളി ഒന്നും നോക്കിയില്ല. അവർ 3 പേരുണ്ടായിരുന്നു. 3 പേരും കൂടി പുള്ളി എന്തെന്ന് വെച്ചാൽ ഒരു നമ്മളൊക്കെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു 5-10 ഡസനൊക്കെ വാങ്ങേണ്ട സാധനം ഓൾമോസ്റ്റ് 90 ഡസൻ ഈ പ്രൊഡക്റ്റുമായിട്ട് ദുബൈയിലേക്ക് വന്നു. ദുബൈയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് കയറ്റി വിട്ടു. ഓക്കെ, ഇവിടെ എത്തി കസ്റ്റംസ് എത്തിയപ്പോൾ അവർ ബ്ലോക്ക് ചെയ്ത്. ഇവരാണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം ഒരു ട്രോളിയിൽ വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. അവസാനം എന്ത് ചോദിച്ചാൽ ഇവിടെ എത്തി കസ്റ്റംസിലെത്തിയപ്പം പറഞ്ഞു ഇതൊരു കാരണവശാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം എന്താ, ഇത് കൊമേഴ്ഷ്യലാണ്. ഒരു വ്യക്തി പോയി വരുമ്പോൾ അയാൾക്ക് കയ്യിൽ കൊണ്ടുവരാൻ പറ്റുന്ന അതിനൊരു ലിമിറ്റുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ എന്ത് സാധനമായാലും നമുക്ക് ഒരു പേഴ്സണൽ യൂസിന് കൊണ്ടുവരുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ആ ക്വാണ്ടിറ്റി അല്ല, ഇത് കൊമേഴ്ഷ്യലായി. ഇത് കൊമേഴ്ഷ്യലാകുമ്പോൾ ഇതൊക്കെ രാജ്യത്തിന് വരുന്ന നഷ്ടങ്ങളെന്ന് വെച്ചാൽ 1 ഇമ്പോർട്ട് ഡ്യൂട്ടി, 2 ഇവർ സെല്ല് ചെയ്യുമ്പോൾ ഉള്ള വാറ്റ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇത് ഇവർ കൊണ്ടുവരുമ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടക്കൂല, വാറ്റ് നടക്കൂല. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റമാണ് ശരിക്കും. കാര്യം രാജ്യത്തിന് കിട്ടുന്ന വരുമാനമാണ് ഇവർ എന്തൊക്കെയെന്ന് ഇല്ലാതാക്കുന്നത്. അവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ പുള്ളിനോട് ഇത് കൊന്നിട്ട് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഇവിടുന്ന് ഇത് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങൾ എവിടെ നിന്നാണോ വന്നത് അവിടത്തേക്ക് ഈ സാധനം തിരിച്ചയക്കാം. അതിന് അല്ലെങ്കിൽ UAE പുറത്ത് നിങ്ങൾക്ക് എവിടത്തേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയി, അതായത് എയർപോർട്ട് ത്രൂ തന്നെ ഔട്ട് ചെയ്തോളാം. ദുബൈയിൽ UAE ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് വിട്ടു തരൂല എന്ന് പറഞ്ഞു. അവസാനം പുള്ളി ഇത് കഷ്ടപ്പെട്ട് എന്ത് ചെയ്ത് പിന്നെ എല്ലാം തിരിച്ച് പാക്ക് ചെയ്ത് പുള്ളിയുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. പുള്ളിയുടെ നാട്ടിലേക്ക്. അത് പിറ്റേ ദിവസം വേറെ 2 ആളെ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ച് അവരെയും കൂട്ടി ഈ സാധനം നാട്ടിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ അതെന്താ സംഭവിച്ചാൽ ആ സാധനം നാട്ടിൽ നിന്ന് വരുന്ന ഓരോരുത്തരെത്തി പറഞ്ഞതുപോലെ 5 ഡസ് കുറേശ്ശെ UAE കൊണ്ടുവരുന്നത്. അതിനെക്കൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കില്ല. കാൽക്കുലേറ്റ് നോക്കിയാൽ നഷ്ടമാണ്. അതാണ് ഈ കാർഗോയിലുള്ള കുറേ. അത് ഇതേ സംഭവം തന്നെ ചൈനയിൽ നിന്നും നടക്കുന്നുണ്ട്. ചൈനയിൽ നിന്ന് വരുമ്പോൾ, കാരണം നമ്മളിപ്പോൾ ഇവിടുന്ന് നാട്ടിൽ പോകണം. ഇപ്പോൾ ദുബൈയിൽ നിന്ന് ചൈനയിലേക്ക് പോകണം 40 കിലോ 45 കിലോ നമുക്ക് ലഗേജ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു ചൈനയിൽ ബിസിനസ് ട്രിപ്പ് പോകുന്നതിന് ഒരിക്കലും 45 ഉണ്ടാവില്ല. അവൻ്റെ ഒരു 10 ദിവസത്തെ ഡ്രസ്സും കുറച്ച് കാര്യങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തിരിച്ച് വരുമ്പോൾ ഇവർ എത്തുന്ന ലഗേജ് ഇതായിരിക്കും, പിന്നെ കുറവുണ്ടാവും. ഇതുണ്ട്. അപ്പോൾ പറയും 40 കിലോ ലഗേജ് ഉണ്ടല്ലോ, ഇതെന്താ ചെയ്യുക, എന്തെങ്കിലും വാങ്ങിയില്ല നിറച്ചാലും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇവരവിടെ നിന്ന് ചോദിച്ചാൽ പലതും കയറി. ഇതിൻ്റെ മുമ്പ് ഇതേപോലൊരു ഇത് സംഭവിച്ച് ഒരു പുള്ളി കുറേ മൊബൈൽ അക്സസറി സാധനങ്ങളൊക്കെ ആയിട്ട് UAE വന്നു ചൈനയിൽ നിന്ന്. മൊബൈൽ അക്സസറി സാധനം പുള്ളി ഇതിൻ്റെ അകത്ത് പവർ ബാങ്ക് അത് ഇതെല്ലാം. ഞാനിത് പാക്ക് ചെയ്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് വിടൂലേ, പവർ ബാങ്ക് പിന്നെ ഇതിൽ പോവില്ല. അല്ല അത് കൂട്ടത്തിൽ വെച്ചാലോ. ചില മലയാളീസുണ്ട് ഭയങ്കര ഐഡിയ ആയിരിക്കും, അവർ വിചാരിക്കുന്നതാണ് അവർക്ക് ഭയങ്കര ബുദ്ധിയും ഭയങ്കര, പക്ഷേ മൊത്തം പൊട്ടത്തരാ ചെയ്യാം. അവസാനം എന്ത് വെച്ചാൽ മൊബൈൽ അക്സറീസും പവർ ബാങ്കും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇയാൾ കയറ്റി 10 കിലോ കയറ്റി. ഇയാൾ അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. ഞാനിപ്പോൾ ചൈനയിൽ വന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റും അതുപോലെ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്ത പൈസയും കൂടി എനിക്കിത് വിറ്റാൽ കിട്ടും. പുള്ളീൻ്റെ കാൽക്കുലേഷനായിരുന്നു. അങ്ങനെ കയറ്റി എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിനാണ് പോകുന്നത്. പുള്ളി പോയി രാത്രിയത്തെ ഫ്ലൈറ്റാണ്, അത് 10 മണിക്കാണ് ഗോങ്ജോന്ന് എടുക്കുന്നത്. എത്തി പിറ്റേന്ന് രാവിലെ കാണാം എൻ്റെ ഫോണിലേക്കൊരു ഫോണ്. ഇയാൾ ഫൈറൂസ് ഭായ് ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എൻ്റെ ലഗേജ് ഇങ്ങ് പോന്നിട്ടില്ല. ശാന്ത ഇല്ല, എൻ്റെ ലഗേജ് അവർ ഹോൾഡ് ചെയ്ത് വെച്ചിക്ക് ഗോങ്ജോ എയർപോർട്ടിൽ. ഞാൻ പറഞ്ഞ പവർ ബാങ്ക് ഇട്ടുകൊണ്ടായിരിക്കും. പിന്നെ ഇതിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ പുള്ളി ഫിനാൻഷ്യലി നല്ല സൗണ്ടുള്ള കിട്ടുക. പുള്ളി പറയാം എന്നോട്, നിങ്ങളാ സാധനമൊക്കെ ഒഴിവാക്കിക്കോ, എനിക്ക് എൻ്റെ ട്രോളി ബാഗ് മാത്രം കിട്ടിയാൽ മതി. അതിന് 1800 ദിർഹംസ് കോസ്റ്റ് ഉണ്ട് ആ ട്രോളിക്ക്.
നിങ്ങളൊന്നും കിട്ടിയില്ല കുഴപ്പമില്ല, നിങ്ങൾ ആ ട്രോളിയെങ്കിലും അങ്ങ് പോയി. ഞാൻ പറഞ്ഞു എനിക്കിതെങ്ങനെ കിട്ടുക എന്നുള്ളത് നിങ്ങളവിടെ എമിറേറ്റ്സിൻ്റെ കൗണ്ടറിൽ ചോദിച്ചിട്ട് നിങ്ങളൊന്ന് കൺഫേം ആക്കി. പുള്ളി ഏകദേശം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് 3.5-4 മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത്. അങ്ങനെയാണ് പുള്ളിക്ക് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. കാരണം അവിടെ ലഗേജ് കാണാണ്ടപ്പോൾ അവർ ഗോങ്ജോ എമിറേറ്റ്സ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ എല്ലാം ചെയ്ത് അവസാനം എന്ത് ചെയ്ത് ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ അവർക്ക് പോയി. എന്നതിന് ശേഷം തീരുമാനിച്ച് ഈ സാധനം അങ്ങനെ പോന്നിട്ടില്ല. അപ്പം പുള്ളി അടുത്ത ചടങ്ങ് വെച്ചാൽ എൻ്റെ ഡോക്യുമെൻ്റ്, എൻ്റെ പേഴ്സണൽ ഡോക്യുമെൻ്റൊക്കെ വാങ്ങി എമിറേറ്റ്സിന് കൊടുത്തിട്ട് എമിറേറ്റ്സിനോട് പിന്നെ ലെറ്റർ അയപ്പിക്കുക ഇവിടത്തേക്ക്, ഇന്ന ആൾ വരും ഈ ലഗേജ് വിട്ട് കൊടുക്കണം. അപ്പോൾ ഇവർക്ക് സമയം കൊടുത്തേക്ക് വിത്തിൻ 2 hours കൊണ്ട് എമിറേറ്റ്സിൻ്റെ ഇതിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡെമറേജ് ചാർജ്, ഇനി ഇല്ലെങ്കിൽ ഈ സാധനങ്ങൾ അവർ മൊത്തം എടുത്ത് നശിപ്പിക്കും. അതും വന്ന് ചുരുക്കം പറയാമെന്ന് വെച്ചാൽ പുള്ളിക്ക് സാധനം കിട്ടിയില്ല, നമുക്ക് രാവിലെ തന്നെ എന്ത് ചെയ്ത് പണിയും കിട്ടി. അവസാനം എന്ത് ചെയ്ത് ഞാൻ പോയി ആ പെട്ടി അവിടെ നിന്ന് ഇറക്കി അവിടെ ഉണ്ട്. അവസാനം എന്ത് ചെയ്ത് പുള്ളി പറഞ്ഞ സാധനമല്ലേ നിങ്ങൾ അവിടെ ഇടം കിട്ടേക്ക്, പിന്നെ നിങ്ങൾ ഏതെങ്കിലും കാർഗോയിലായിട്ട് അയച്ചു തന്നേക്ക്, എൻ്റെ പെട്ടി ആരെങ്കിലും വരുമ്പോൾ കൊടുത്തോട്ടേക്ക്. അപ്പോൾ ഇതാണ് പലരും ചെയ്യുന്നൊരു അബദ്ധങ്ങൾ. അത് കൊമേഴ്ഷ്യൽ കാർഗോയും നമ്മൾ പേഴ്സണൽ ഫ്ലൈറ്റ് യാത്രയിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും അതെന്ത് ചെയ്യില്ല, ഏതെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ രക്ഷപ്പെട്ടു പോകുമെങ്കിലും പിന്നീട് അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ടൈമും പിന്നെ പൈസയൊക്കെ സ്പെൻഡ് ചെയ്ത് വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. ഈ തീർത്ഥാടനത്തിന് പോയി കഴിഞ്ഞാൽ തീർത്ഥാടനം കഴിഞ്ഞ് പോരും. അതുപോലെ ഈത്തപ്പഴോ അല്ലെങ്കിൽ വല്ല സംസം വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് കുഴപ്പമില്ല. അതിന് പകരം ടാക്സ് അടച്ച് വരുന്ന സാധനങ്ങൾ ടാക്സ് അടക്കാതെ പേഴ്സണൽ ലഗേജിൽ കയറ്റി വന്ന അബദ്ധങ്ങളാണ് സാറി പറയുന്നത്. അതുപോലെ യാത്രക്കുള്ള ചിലവ് മുതലാക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് പോലെ കമേഴ്ഷ്യൽ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഓരോ രാജ്യത്തൊരു നിയമമുണ്ട്, വാറ്റുണ്ട്, GST ഉണ്ട്. ആ നിയമവിധേയമായിട്ടാണ് ഇതൊക്കെ കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മളൊരു ഒരു ലഗേജിൽ 45 kg ലഗേജിൽ 15 കിലോ ഡ്രസ്സുണ്ട്, ബാക്കി ഇത്രയുണ്ട്, എനിക്ക് ടിക്കറ്റിന് ഇത്ര ചിലവായി, അതുകൊണ്ട് ബാക്കി മൊത്തമായിട്ട് നിറച്ച് കൊണ്ടുവരാമെന്നുള്ള മലയാളിയുടെ ടിപ്പിക്കൽ സാധനമുണ്ട്. അത് ദയവ് ഇത് ചെയ്യരുത്. അതാണ് ഫൈസൽ സാറി പറഞ്ഞത്.